നമസ്കാരം. ഇന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ, ഇത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും അദ്ദേഹത്തിൽ കണ്ടില്ല. യൂട്ടേൺ അടികളും നുണകളും ഒക്കെയാണ് നമ്മൾ ഇന്നും കണ്ടത്. പക്ഷേ അദ്ദേഹം ഒരു നല്ല കാര്യം പറഞ്ഞു. ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ പൊതിച്ചോറ് വിതരണത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. അത് മാതൃകയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കെ മുരളീധരനെ അദ്ദേഹം പൂർണ്ണമായി തള്ളി എന്നുള്ളതാണ്. നമുക്കിന്ന് നടന്നിട്ടുള്ള ഈ സംഭവവികാസങ്ങൾ, ഇന്ന് നടന്നിട്ടുള്ള വാർത്താ സമ്മേളനത്തിലെ യൂട്ടേൺ അടികൾ, നുണകൾ ഒക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ പ്രചരണം നടത്തിയത് മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി കൊടുക്കുന്നില്ലെന്ന് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ആർക്കും വന്ന് എന്നെ കാണാം, അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഓഫീസ് ആർക്കെങ്കിലും അനുമതി നിഷേധിച്ചെന്നോ നിങ്ങൾ ദയവ് ചെയ്ത് വാർത്ത കൊടുക്കരുത്, അത് തെറ്റാണ്. ആർക്കും എന്നെ കാണാം, കേസുവിന് കാണാനായിട്ട് അനുമതി കൊടുക്കാതിരുന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അലോഷ്യസ് സേവ്യർ കള്ളം പറയുകയായിരുന്നു എന്ന് പൊതുവെ എല്ലാവർക്കും തോന്നിപ്പോകും. അദ്ദേഹം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് ഞങ്ങളും കേസും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതെല്ലാം വ്യാജ വാർത്തയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. KSU പ്രസിഡന്റ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജില്ലക്കാരനായിരുന്ന, എൻ്റെ ജില്ലയിലെ KSU പ്രസിഡന്റ് ആയിരുന്ന ആളെ കണ്ടിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു വാർത്ത, ഞാൻ നിൽക്കുന്നൊരു ഫ്രെയിമിൽ അദ്ദേഹം ഉണ്ട്, ഞാൻ പിന്നീടാണ് കാണുന്നത്. മാത്രമല്ല, അന്ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിലുണ്ട് എന്നുകൂടി എൻ്റെ ഓഫീസ് അദ്ദേഹത്തെ അറിയിച്ചത്. അതായത് ഞാൻ ഇത്രയും സമയമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അത് ഈ അലോഷ്യസ് സേവ്യറിന് അറിയാമായിരുന്നല്ലോ എന്ന് അദ്ദേഹം തന്ത്രപരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മളെ ഏത് രീതിയിൽ വായിച്ചെടുക്കണം? അതായത് അലോഷ്യസ് സേവ്യർ അങ്ങോട്ടേക്ക് പോകാതിരുന്നു, അതൊരു വലിയ തെറ്റാണ്. അദ്ദേഹത്തിന് അവിടെ പോകാമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ ഏതോ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് എന്നെ ആക്രമിക്കാൻ വേണ്ടി നടത്തുന്നതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ന ഒരു സംഭവം അദ്ദേഹം ഈ ഒരു പ്രതികരണത്തിലൂടെ ഇങ്ങനെ ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമം നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല, ഇത് കൂടുതൽ അലോഷ്യസ് സേവ്യറിനെ മറ്റു രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി വെട്ടിക്കിളികൾക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ചെറിയ ഒരു ക്യാപ്സ്യൂൾ ആയിട്ടും എനിക്ക് തോന്നി കേട്ടോ. ഇനി ഞാൻ അദ്ദേഹത്തെ തേവര കോളേജിൽ വെച്ച് കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തേവര കോളേജിൽ അദ്ദേഹത്തിന് മുമ്പിലാണ് ഈ അലോഷ്യസ് സേവ്യർ നിൽക്കുന്നത്. മാത്രമല്ല, ഈ KSUവിനെ അധിക്ഷേപിച്ച കേസുമായി ബന്ധപ്പെട്ട് അലോഷ്യസ് സേവ്യർ നടത്തിയിട്ടുള്ള പ്രതികരണം അതൊക്കെ വലിയ രീതിയിൽ തന്നെ മെയിൻ സ്ട്രീം മീഡിയകളിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നിൽക്കുന്ന സമയത്താണെന്ന് ഈ പറയുന്ന വി ഡി സതീശന്റെ മുമ്പിൽ, കൺമുമ്പിൽ വന്നിട്ട് അലോഷ്യസ് സേവ്യർ നിൽക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാൻ കണ്ടില്ല എന്ന്. എന്ത് രസകരമായിട്ടുള്ള മുടന്ത ന്യായമൊക്കെയാണല്ലേ പറയുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ചെങ്കിലും ഒക്കെ ഈ വിഷയം തണുപ്പിക്കണം എന്ന ചിന്താഗതിയുള്ള, അല്ലെങ്കിൽ ഇത് വലിയ ആളി കത്തിക്കേണ്ടതില്ല എന്ന് ചിന്താഗതിയുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്യുക? അദ്ദേഹം ഈ അലോഷ്യസ് സേവ്യറുമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും അല്ലെ? സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ പിന്നീട് ഇത് ചർച്ച ചെയ്യില്ല. ഇവർ ഏകദേശം ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കും. പക്ഷേ ഈ വിഷയം ആളി കത്തിച്ചത് വി ഡി സതീശനാണ്. അവസാനം വി ഡി സതീശന് ഇത് വലിയ പണിയായി. പല ആളുകളും, ഈ ജിൻഡോ ജോൺ അടക്കമുള്ള ആളുകൾ പരസ്യ പ്രതികരണങ്ങൾ നടത്തി രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ സ്വന്തം പാളയത്തിൽ തന്നെ ഈ വിഷയത്തിൽ വലിയ എതിർപ്പ് തന്നോടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം യൂട്ടേൺ അടി നടത്തുകയാണെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇനി KSUവിനെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അധിക്ഷേപിച്ചിട്ടില്ല എന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകിയത്. ഒന്ന് കണ്ടു. ഇറ്റ്സ് ഓൺ റെക്കോർഡ് ഞാൻ പറഞ്ഞ കാര്യം. ഞാൻ KSUവിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. സത്യത്തിൽ അദ്ദേഹം അധിക്ഷേപിച്ചില്ല. നമുക്ക് ഇദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ആ ഭാഗം ഒന്ന് കാണാം. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെന്റ് ബിൽഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല അവർക്കൊന്നും. ഞാൻ KSUവിനെ പറ്റിയല്ലോ പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഈ പറഞ്ഞത് SFIനെ പറ്റിയാണോ? KSUവിനെ പറ്റി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതും അദ്ദേഹം ആ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരത്തിന്റെ ടോൺ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ആക്ഷേപിക്കുകയാണ്, അവരൊക്കെ ആരാ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ പല ആളുകളും, ഈ പറയുന്ന ജിൻഡോ അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ അനൂപ് അടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വന്ന് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള ഒരു വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കേണ്ടി വന്നത്. അവർക്ക് എന്താ വട്ടാണോ? അല്ല, അവരെയും ചൊടിപ്പിച്ചു. വി ഡി സതീശനും പിടിച്ചു നടന്ന കൂടിയാണല്ലോ. അങ്ങനെ പിടിച്ചു നടന്നാണല്ലോ ഇന്ന് ഈ കസേരയിൽ എത്തിയത്. അപ്പൊ വന്ന വഴി മറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴും വന്ന വഴി മറക്കാത്ത നേതാക്കൾ വിമർശിക്കും. ആ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോൾ പെട്ടെന്ന് യൂട്ടേൺ അടി നടത്തുകയാണ്. ഇതിനെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രധാന യൂട്ടേൺ അടിയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. താങ്കൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ദേശാഭിമാനി മാത്രം ചോദിച്ചാൽ പോരാ. നോ, നിങ്ങൾ ചോദിക്കും. ഈ ദേശാഭിമാനി റിപ്പോർട്ടർ മാത്രം ചോദിച്ചാൽ പോരാ എന്ന വി ഡി സതീശന്റെ നിങ്ങൾ പ്രതികരണം കണ്ടു കാണുമല്ലോ. അപ്പോ ഇദ്ദേഹം മാത്രമാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നുള്ളൂ എന്ന ഒരു തോന്നൽ എല്ലാവർക്കും ജനിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേശാഭിമാനി ചോദിക്കരുത്, കൈരളി ചോദിക്കരുത്, നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ അവിടെ നിന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇതെപ്പോഴാണ് ചോദിക്കുന്നത്? അദ്ദേഹം ഉത്തരം മുട്ടുമ്പോഴാണ് ഇദ്ദേഹം മറുചോദ്യമായിട്ട് അവരോട് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താണ് ഇത്ര അസഹിഷ്ണുത മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, അവിടെ എല്ലാ മെയിൻ സ്ട്രീം മീഡിയകളും ഉണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ. അവർക്ക് എല്ലാവർക്കും ചോദ്യം ചോദിക്കാനൊന്നും ഒരു പ്രശ്നമൊന്നും
പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും ചോദ്യം ചോദിക്കാം. പക്ഷെ അവരാരും ചോദ്യം ചോദിക്കാതിരിക്കുമ്പോഴാണ് ദേശാഭിമാനി ലേഖകൻ ചോദ്യം ചോദിക്കുന്നത്. ദേശാഭിമാനി ലേഖകൻ ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് അവിടെ ഇരിക്കുന്ന മറ്റുള്ള മാധ്യമങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ ആ മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർ അത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുമായിരുന്നു. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ല. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കൊത്തുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല, ഒരു പഴയ പഴഞ്ചൊല്ലാണ്. ആ പഴഞ്ചൊല്ല് ഇവിടെ കറക്റ്റ് ആണ്. ഇനി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു പെരുന്നുണയാണ്. ഈ ടാറ്റ വിഷയത്തില് നമ്മുടെ മുഖ്യമന്ത്രി യു ടേൺ അടി നടത്തിയിരുന്നല്ലോ. അതെന്തായിരുന്നു? അതായത് കേരളത്തിലെ കപ്പൽ നിർമ്മാണ പദ്ധതിക്കായി 10,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചു എന്നായിരുന്നല്ലോ മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രതികരണം. ആ പ്രതികരണം നമ്മളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. നല്ല കാര്യമാണല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നിക്ഷേപം നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്, പ്രതിപക്ഷവും പിന്തുണച്ചൊരു കാര്യമാണ്. അവസാനം ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ടാറ്റ ഗ്രൂപ്പ് രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കല്ലുവെച്ച നുണ, യു ടേൺ അടി, ന്യായീകരണ ക്യാപ്സ്യൂൾ ഒന്ന് കാണാം. പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് രണ്ടാമത് ഈ ഘട്ടത്തിൽ 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ട് കേരളത്തിൽ നിന്നല്ല ഒരിടത്തും കപ്പൽ നിർമ്മാണശാല ടാറ്റ നിർമ്മിക്കുന്നില്ലെന്ന് കമ്പനി തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഇങ്ങനെയൊക്കെ ന്യായീകരിക്കണമെങ്കിൽ സത്യത്തിൽ ചെറിയ തൊലിക്കെട്ടിയൊന്നും പോരാ സിഎംഐ. ഇതിനിടയിൽ അല്ല സിഎം എന്താണ് പവർ കട്ടിന് കാരണം എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയർന്നു വന്നു. ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഏകദേശം 1000 മെഗാവാട്ടിന്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഉപയോഗം കുറയുകയാണോ മിസ്റ്റർ വി ഡി സതീശ ചെയ്യുന്നത്? കൂടിയല്ലേ വരുന്നത്? UDFന്റെ ഭരണകാലത്ത്, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് നമ്മൾ ഒരുപാട് പവർ കട്ടുകൾ കണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷം നമ്മൾ ഈ പവർ കട്ട് കണ്ടില്ല. ആ സമയത്തൊക്കെ എല്ലാവരും ഈ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുകയായിരുന്നു. വൈദ്യുതി ഉപയോഗം എടുത്തു നോക്കിയാൽ കൂടുകയാണ് ചെയ്തത്. എന്നിട്ടും അത് പിടിച്ചു നിർത്താൻ അവർ കഴിഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിയാം? അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, എങ്ങനെ പവർ കട്ട് ഒഴിവാക്കാം എന്നതിനെ പറ്റി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ സർക്കാരിന് ഒരു പ്ലാൻ, ഒരു മണ്ണാങ്കട്ടയില്ല, അതാണ് സത്യം. എന്നിട്ട് പവർ കട്ടിനെ പറ്റി ചോദിക്കുമ്പോൾ ഇങ്ങനെ ചില മുടന്ത ന്യായങ്ങളൊക്കെ നിർത്തുകയാണ്. കഷ്ടം തന്നെ മുഖ്യമന്ത്രി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല KCB-നോട് എപ്പോഴാണ് ഈ ഫ്യൂസ് ഉടനെയെന്ന് ജനങ്ങളോടൊന്ന് നേരത്തെ പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, എപ്പോഴാണ് നിങ്ങൾ ഈ പവർ കട്ട് നമുക്ക് സമ്മാനിക്കണമെന്ന് അറിയുകയാണെങ്കിൽ മെഴുകുതിരിയും അതുപോലെ തന്നെ മണ്ണെണ്ണവിളക്കും ഒക്കെ നേരത്തെ എടുത്തു വെക്കാമല്ലോ. എന്തൊരു ഗതികേടാണല്ലേ. ഇതിനിടയിൽ നമ്മുടെ മുരളീധരൻ ഈ DYFIയുടെ പൊതിച്ചോറ് കല്ലുവാരിടാൻ വേണ്ടി ഒരു പ്രതികരണം നടത്തിയല്ലോ. ഇനി അങ്ങനെ പൊതിച്ചോറൊന്നും വിതരണം ചെയ്യണ്ട എന്ന രീതിയിൽ പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഞങ്ങൾ പൊതിച്ചോറ് വിതരണം ചെയ്യുമെന്നും തടയാൻ പറ്റുമെങ്കിൽ തടയുമെന്ന് പറഞ്ഞ് രംഗത്തേക്ക് ഒന്നുകൂടി തന്നെ മുരളീധരൻ യു ടേൺ അടി നടത്തി കേട്ടോ. ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇപ്പൊ യു ടേൺ അടി നടത്താൻ ഭയങ്കര മിടുക്കനാണ്. ഇപ്പൊ ഒരു ആരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യു ടേൺ അടി നടത്തുന്നത് എന്നതിനെ പറ്റി ഒരു മത്സരം നടക്കുകയാണെന്ന് എന്ന് പോലും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒരു നല്ല കാര്യം നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞു. ഒന്ന് കാണാം. DYFI ഭക്ഷണം കൊടുക്കുന്നതിന് അഭിനന്ദിക്കുന്ന ആളാണ് ഞാൻ. ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു വലിയ നല്ല കാര്യമല്ലേ കൊടുക്കുന്നത്? അതിനെന്താ തെറ്റ്? ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു യുവജന സംഘടന അത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ കൂടി അത് മാതൃകയാക്കി അത് ചെയ്യട്ടെ. പൊതിച്ചോറ് കൊടുക്കുന്നത് നല്ലതാണെന്ന്, DYFI പൊതിച്ചോറ് കൊടുക്കുന്നത് നല്ലതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് G സുധാകരൻ അടക്കമുള്ള ആളുകൾക്കുള്ള മറുപടിയാണ് കേട്ടോ. മാത്രമല്ല DYFIയുടെ ഈ പൊതിച്ചോറ് വിതരണം മാതൃകയാക്കണം മറ്റുള്ളവർ എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലൊരു രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ് എന്റെയും അഭിപ്രായം. അത് ആര് കൊടുത്താലും, DYFI കൊടുത്താലും, യൂത്ത് കോൺഗ്രസ് കൊടുത്താലും, AVP കൊടുത്താലും, ആര് കൊടുത്താലും നല്ലതാണ്. വിശക്കുന്ന വയറിന് ആ വിശപ്പകറ്റാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നത് അതൊരു തെറ്റല്ല, അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. പക്ഷേ അത് കൊടുക്കരുതെന്ന് പറയുന്ന ആളുകളുടെ ഒരു ഏറ്റവും മോശമായിട്ടുള്ള ചിന്താഗതിയെ വിമർശിക്കേണ്ടതുണ്ട്, അത് വിമർശിക്കപ്പെടേണ്ടതുണ്ട്. മുരളീധരൻ നടത്തിയിട്ടുള്ള ആ ഒരു പ്രതികരണം ഏറ്റവും മോശമായിട്ടുള്ള വൃത്തികെട്ട പ്രതികരണമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും മോശം ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് മുരളീധരൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കേട്ടോ. കാരണം അത്രത്തോളം മോശം എന്ന് പറഞ്ഞാൽ അത്രത്തോളം മോശം ഒരു നേതാവാണ് മുരളീധരൻ. അദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന സമയത്ത്, അന്ന് അദ്ദേഹം MLA ഒന്നും അല്ല, ആ സമയത്ത് പോലും പല വ്യക്തി അധിക്ഷേപങ്ങളൊക്കെ നടത്തിയും വായി തോന്നിയത് ഗോതയ്ക്ക് പാട്ടുന്ന രീതിയിലൊക്കെ പ്രതികരണം നടത്തിയൊക്കെയാണ് അദ്ദേഹം ഞാനിവിടെ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അദ്ദേഹം ആരോഗ്യവകുപ്പ് മന്ത്രി ആയ ശേഷം സത്യത്തിൽ കേരളത്തിൽ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടോ എന്ന് പോലും തോന്നിപ്പോവുകയാണ്. ഓരോ ദിവസവും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ ആരോഗ്യ രംഗത്തുണ്ടാകുന്ന പല വീഴ്ചകളെ പറ്റിയും, ആരോഗ്യ രംഗത്തെ പല രീതിയിലുള്ള തകർച്ചകളെ പറ്റിയും, ആരോഗ്യരംഗം വെന്റിലേറ്ററിലായതിനെ പറ്റിയും ഒക്കെ ജനങ്ങളും മാധ്യമങ്ങളും ചോദിക്കുമ്പോഴൊക്കെ അദ്ദേഹം നൽകുന്ന പല മറുപടികൾ കേൾക്കുമ്പോൾ സത്യം ഇങ്ങനെ മാനത്തേക്ക് നോക്കി പോവുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. യു ടേൺ അടികൾ, നുണകൾ, ഒപ്പം ഒരു നല്ല കാര്യം പറഞ്ഞു. അതെന്താണ്? DYFIയുടെ പൊതിച്ചോറിനെ അദ്ദേഹം അഭിനന്ദിച്ചു എന്നുള്ളതാണ്. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ തന്നെ വേണം എല്ലാത്തിനെയും നോക്കിക്കാണാൻ. ഒന്നിലും രാഷ്ട്രീയം കാണരുത്. നിങ്ങൾ കോൺഗ്രസിന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല എന്നുള്ള കാര്യം മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. വിമർശിക്കും,
തെറ്റുകൾ കണ്ടാൽ, യു ടേൺ അടികൾ കണ്ടാൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ വിമർശിക്കും. അതെന്തിനാണ്? താങ്കൾ നേരായ വഴിയിലൂടെ നടക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രി പെരും നുണയനല്ലേ എന്ന് മറ്റുള്ളവർ നമ്മളോട് പറയുമ്പോൾ, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തുള്ള ആളുകൾ നമ്മളോട് പറയുമ്പോൾ വലിയ വിഷമമാണ്. അങ്ങനെ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ.